കലോത്സവ വേദികൾ എപ്പോഴും നമ്മുടെ സർഗാത്മകമായ കഴിവുകൾ പുറത്തെടുക്കാനുള്ള അവസരങ്ങളാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു മത്സരാർത്ഥിയുടെ കണ്ണീര് വീണ് കഴിഞ്ഞാൽ അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്നതാണ് നമ്മളെ സംബന്ധിച്ച്, ആ കാഴ്ചക്കാരെ സംബന്ധിച്ചൊക്കെ പറയാനുള്ളത്. ഇന്നലെ മോണോ ആക്ട് വേദിയിൽ അത്തരത്തിൽ ഒരു മത്സരാർത്ഥിയുടെ കണ്ണുനീർ വീണു. ആദ്യം ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോകും. തൃശ്ശൂർ സേക്രഡ് ഹാർട്സ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി വൈഷ്ണവിയാണ് ഇന്നലെ ആ മോണോ ആക്ട് വേദിയിൽ കരയേണ്ടി വന്നു. എന്തായിരുന്നു ആ സംഭവം? എനിക്ക് ജില്ലയിൽ 2ാം സ്ഥാനവും 5 മാർക്കിൻ്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഹൈസ്കൂൾ ഭരതനാട്യത്തിനും അതേപോലെ തന്നെ 2ാം സ്ഥാനവും 5 മാർക്കിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്ന കുട്ടിക്ക് DD ഡയറക്റ്റ് അപ്പീൽ പാസ്സാക്കി. ഒന്നോർക്കണം, ഞാൻ +2 ആണ്, എൻ്റെ അവസാന വർഷമാണ്, എൻ്റെ നാട്ടിൽ നടക്കുന്ന കലോത്സവമാണ്. എന്നിട്ട് പോലും എൻ്റെ അപ്പീൽ മാത്രം പാസ്സാക്കിയില്ല. ഒരു അപ്പീൽ പാസ്സാക്കുന്ന നടപടിയിൽ വരെ എന്തൊക്കെയോ പാർഷ്യാലിറ്റി DDയുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെയുള്ളത് കോർട്ട് വഴി അപ്പീലെടുത്ത് വരാനുള്ളതാണ്. അപ്പോൾ കോർട്ടിലെ ഞങ്ങൾ അപ്പീൽ വെച്ചത് ഇന്നലെ രാവിലെ ഞങ്ങൾ മത്സരവേദിയിൽ എത്തി നിന്ന്, അതായത് ഹയർ സെക്കൻഡറി മോണോ ആക്ട് ഗേൾസിനെ തുടങ്ങി ഫസ്റ്റ് ചെസ്റ്റ് നമ്പർ കയറി കളിക്കുമ്പോഴാണ് വിധി വരുന്നത്. അപ്പീൽ എനിക്ക് റിജക്റ്റ് ആയെന്നുള്ളത്. അപ്പോൾ ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ കഴിഞ്ഞ കൊല്ലം ഞാൻ സ്റ്റേറ്റിൽ കളിച്ചതാണ്. അപ്പോൾ ഇക്കൊല്ലം മോണോ ആക്ട് എങ്കിലും എനിക്ക് കളിക്കാൻ പറ്റും. ഇക്കൊല്ലം ഭരതനാട്യം മോഹിനിയാട്ടം കളിച്ചപ്പോൾ എങ്ങനെയായിരുന്നു സ്റ്റേറ്റിലെ ഗ്രേഡ്? A ഗ്രേഡ് ഉണ്ടായിരുന്നു. എനിക്ക് 2നും A ഗ്രേഡ് ലഭിച്ചു. അതും ഈ പറഞ്ഞ പോലെ അപ്പീലും കോർട്ട് അപ്പീലും ആയിരുന്നു. ഞാൻ മത്സരാർത്ഥികളെ 2 പേരെയും ഞാൻ കവർ ചെയ്ത് എനിക്ക് A ഗ്രേഡ് ലഭിക്കുകയുണ്ടായി. എന്നിട്ടും അപ്പോൾ ഇക്കൊല്ലം ഭരതനാട്യം മോഹിനിയാട്ടം എന്നെ സബിൽ താഴ്ത്തുമായിരുന്നു. ജില്ലയിൽ അപ്പീലെടുത്ത് ഭരതനാട്യം കളിച്ചപ്പോൾ എനിക്ക് അവിടെ 8ാം സ്ഥാനമാണ് കിട്ടിയത്. അപ്പീലും കിട്ടിയില്ല. ഞങ്ങളപ്പോൾ പ്രതീക്ഷ പിന്നെ ആയിരുന്നു. എനിക്കത് ഞാൻ ആകെ തകർന്നു പോയി. അതായത് മറ്റു കുട്ടികൾ കളിക്കുന്നോണ്ടല്ല, നമുക്കും ആ അവസരം നമ്മൾ അർഹിക്കുന്നതായിട്ട് പോലും നമുക്കത് കിട്ടുന്നില്ല. അതുപോലെ പ്രൈസ് പിടിച്ചു വരുന്ന, കോഴ വാങ്ങി വരുന്ന സാധാരണക്കാരായ ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അവരെ സംബന്ധിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇതിനൊക്കെ പോകുന്നത്, എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം ഞങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് പ്രതീക്ഷ ഈ ഗവൺമെൻറ് നടത്തുന്ന കലോത്സവമാണ്. അവിടെ വന്നിട്ട് ഇങ്ങനെ അഴിമതി കാണിക്കുന്നു. എന്നാൽ അത് പോട്ടെ, അപ്പീലിലും അഴിമതി കാണിക്കുന്നു. ഒരു തരത്തിലും കഴിവുള്ളവരെ കയറ്റിവിടാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന കഷ്ടമാണ്. ആ നിമിഷം ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല, അവിടെ ഓരോ വേദിയിലും, മോഹിനിയാട്ട വേദിയിലും ഭരതനാട്യ വേദിയിലൊക്കെ എനിക്ക് കളിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാനത് കാണാൻ പോയിട്ട് എന്നെപ്പോലെ തന്നെ എത്രയോ കുട്ടികൾ വേറെ അവസരം കിട്ടാതെ അവിടെ മാറി നിന്ന് കരയുന്നുണ്ട്. റിയാക്ട് ചെയ്തത് ഞാൻ മാത്രമായതുകൊണ്ട് അതിങ്ങനെ ആൾക്കാർ പറയുന്നു, അതിന് ട്രോളുകൾ വരുന്നു. ചിലർ ഒത്തിരി പേര് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അതും പറയണമല്ലോ. നിന്നെ ഇക്കൊല്ലം സ്റ്റേറ്റ് കാണിക്കൂല എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര ആക്ഷേപിച്ച്, എൻ്റെ അമ്മയൊക്കെ വന്ന് ആക്ഷേപിച്ചൊരു അധ്യാപകനൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ മത്സരിക്കാൻ സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുൻപാണ്, സബ് ജില്ലയിൽ വെച്ച് നടക്കുന്ന കാര്യമാണ്. കോൺഫിഡൻസ് കളയാൻ മാത്രമല്ല, നമ്മളെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിലും ഇങ്ങനെ എന്താ പറയുക, ഇവർ പ്രൈസ് പിടുത്തക്കാരാണെന്നുള്ളൊരു അപഖ്യാതി പറഞ്ഞു വരുത്തുക. ഭീഷണിപ്പെടുത്തിയ അധ്യാപകന്റെ തന്നെ കുട്ടിയെയാണ് അവൾ കവർ ചെയ്തത്. അപ്പോൾ അവർ ഈ വർഷം വെറുതെ ഇരിക്കുമോ? അതാണ് ഉണ്ടായിട്ടുള്ളത്. അതെ, ഞാൻ RLV MA ഭരതനാട്യമാണ്. പക്ഷെ എനിക്ക് പറ്റിയൊരു തെറ്റാണ്. എൻ്റെ ഗുരുക്കന്മാർ പോലും പറയുന്നുണ്ട്, എന്തിനീ കുട്ടിയെ മറ്റൊരു അധ്യാപകൻ്റെ അടുത്ത്, അത് ഇതുപോലെയുള്ളവരുടെ അടുത്ത് പഠിപ്പിക്കാനാക്കി. എന്നോട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് എല്ലാവരും. എനിക്ക് കിട്ടാത്തത് എൻ്റെ മോൾക്ക് കിട്ടണം. ഏതൊരു അച്ഛനും അമ്മയും വിദ്യാഭ്യാസത്തിൽ ആഗ്രഹിക്കുന്നത് അതല്ലേ. അത് തന്നെ കലയിൽ ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ അത് തെറ്റായി പോയി എന്നാണ് എൻ്റെ അനുഭവം, എൻ്റെ മോളുടെ അനുഭവത്തിലൂടെ എനിക്ക് പറയാനുള്ളത്. മാറിക്കൊളുന്നേ കുപ്പുച്ചാമി സത്യവേ, ഓടി വാങ്ങടാ അങ്കപ്പാറ് ആറ്റിനൊരു പൊമ്പുളേ, ഓടാ സീക്കിളം പോയി കാപ്പാത്തുങ്കടാ. ചേട്ടിയമ്മ, എനക്കൻ കുളന്തേ പ്രസവിക്കണം, എന്നെ കൈവിടാതെ எனக்கு உதவி பண்ணுங்க தாயே. பாத்தீங்களா പൊള്ളയെ പ്രസവിക്കണം ആശയാലം മലവെള്ളം മുറിച്ചു വന്ന് നിക്കറാണ് ഒരു പൊന്ന്. ആ മക ഇവരുതാണ് അമ്മ. കലയ്ക്ക് വേണ്ടിയുള്ളതാകണം. ഇത്തരത്തിൽ കലയെ മറ്റേതെങ്കിലും തരത്തിൽ ചൂഷണം ചെയ്യാനോ മറ്റോ ഒക്കെ ചെയ്യുമ്പോഴാണ് മത്സരാർത്ഥികൾ തന്നെ ആ വേദിയിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നത്. നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ,
മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ.